ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമ്മുടെ ലാലേട്ടൻ വന്ന് പോയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ, എവിക്ഷൻ വരുന്ന സമയത്ത് അനുമോളാണെങ്കിൽ ശൈത്യയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ്, ശൈത്യ അനുമോളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, നീ പോയാൽ ഞാൻ ഭയങ്കര സങ്കടമായി പോയേനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അനുമോൾക്ക് പണി വെക്കുന്നത് തന്നെ ശൈത്യാണ്. ശൈത്യ എന്നിട്ട് അവിടെ കുറെ ഡ്രാമ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നി, കാരണം വെച്ചാൽ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ഇവള് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ അറിയുന്നത് അവളും ആദ്യം കൂടെയാണ് പോയി കബോർഡ് അതിനകത്തൊന്നും ഞാനില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ചാടി ചേട്ടി അവളെ തള്ളി അവളെ വിടുന്നതെന്ന് വെച്ചിട്ട് ഞാനൊക്കെ വല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ അപ്പോഴേക്കും മെസ്സേജിൽ യു ആർ ഫേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാകെ മൊത്തത്തിൽ ഞാൻ ഫുൾ ഡൗൺ ആയി, കാരണം ചെയ്യാത്തൊരു കാര്യത്തിൽ പറഞ്ഞപ്പോൾ ശൈത്യ പറയുന്നത് ഫൗണ്ടേഷന്റെ വിഷയത്തിൽ അവിടെ ആ കബോർഡ് തുറക്കുന്ന സമയത്ത് അനുമോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്, അറിഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് ഇതിന് മൊത്തവും എരിവെച്ച് കൊടുത്തതും അവിടെ ഇരുന്നുകൊണ്ട് അനുമോളെ ബൂസ്റ്റ് ചെയ്തതും എല്ലാം ഈ ശൈത്യയാണ്. പക്ഷെ ശൈത്യ ഇവിടെ സരികയോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, എനിക്കിതൊന്നും അറിയത്തേ ഇല്ല. അതിനകത്ത് ഒരു കാര്യം കൺഫേം ആയിട്ട് പറയുന്നുണ്ട്, ആ തുറക്കുന്ന സമയത്ത് അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇല്ലായിരുന്നു, അത് സത്യമാണ്. അത് ഗസൽ വന്ന് കാണുന്ന സമയത്ത് അവിടെ ആദില നൂറയൊക്കെയാണ് ഇരുന്നത്. ആദില നൂറയും അനുമോളും ഗസലും ഉള്ളായിരുന്നു അവിടെ. പക്ഷെ അതിനു മുമ്പ് ഇത് കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ശൈത്യമാണ്. പക്ഷെ ശൈത്യ ഇപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് അവിടെ കൈമലർത്തുന്ന ഒരു സീൻ നമുക്ക് കാണാൻ പറ്റി. എനിക്ക് അവരോടൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാര്യം എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് ഞാൻ ഒരു ഗ്രൂപ്പിലില്ല, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ ഇഷ്ടമാണ്. 10 മിനിറ്റ് ക്യാപ്റ്ററിന്റെ അപ്പാന്റെ കൂടെ സരിക അവിടെ വേറൊരു ഗെയിം കളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പാനിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ശൈത്യയോട് പറയുന്നുണ്ട്, അപ്പാനിയോട് കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര തമാശയും കാര്യങ്ങളും ഒക്കെ ആണ്, എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ കോമഡി സ്റ്റാർ ആണോ, ബിഗ് ബോസ് അല്ലേ? ശൈത്യ അങ്ങനെ നിൽക്കരുത്, അപ്പാനിയുടെ കൂടെ ഒക്കെ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് പോലെ. പക്ഷെ അവിടെ സരിക കളിക്കുന്നത് ഡബിൾ ഗെയിം എന്ന് വെച്ചാല് രണ്ട് സൈഡിലും നിൽക്കും. ബിന്നിയുടെ ഒരു ക്യാരക്ടറാണ്, ബിന്നിയും ഇതുപോലെയാണ്, രണ്ട് സൈഡിലും നിൽക്കും, കോംപ്രമൈസ് ചെയ്യുന്നത് പോലെ പോയി അവർ രണ്ടുപേരോടും സംസാരിക്കും. പക്ഷെ അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കി വിടുകയും ചെയ്യും. അനുമോളോട് കൂടെ മാത്രം നീ നടക്കരുത്, നീ ഇങ്ങനെ എല്ലാവരും കൂടെ സഹകരിച്ചു പോകണം. അതുപോലെ അപ്പാനി അപ്പാനി ഭയങ്കര തമാശയും കാര്യങ്ങളും ഒക്കെ പറയും. ഞാൻ ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിക്കും. അതിന് വന്ന പോലെ എന്ന് വെച്ചാൽ കോമഡി സ്റ്റാർ ഇവിടെ കുറച്ച് പേര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കോമഡി ഷോ എങ്ങാണ്ടാണെന്നാ. ഇത് ബിഗ് ബോസ് ഷോ ആണെന്നുള്ളത് പലരും മറന്നു പോകുന്നു. അതുപോലെ അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്ന ആൾക്കാരായിട്ട് കുറെ പേര് മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ഇവിടെ എല്ലാം സമാധാനപരമായിട്ട് പോകണം. അവരുടേതായ ഗെയിമിൽ അവരവരുടേതായ ചിന്തയിൽ കൂടി വരുന്ന ഗെയിമാണ് ഇവർ കളിക്കുന്നത് എന്ന് പറഞ്ഞാലും ഈ കാണുന്ന നമുക്കിതെല്ലാം ഒരു കൂട്ടയടിപ്പീരെ പോലെയും ഒരു സേഫ് ഗെയിം കളിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് സരികയെ ഇതിനകത്ത് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ശൈത്യയും അതുപോലെ ഒരു സേഫ് ഗെയിമിലേക്ക് തന്നെയാണ് മാറിയിരിക്കുന്നത്. അനുമോളുടെ ഫാൻസിന്റെ സപ്പോർട്ടും വേണം, അതുപോലെ തന്നെ അവിടെ ഉള്ള ആൾക്കാരുടെയും സപ്പോർട്ട് വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, അനുമോളുടെ കൂടെ ഇരുന്ന് അനുമോളെ ബൂസ്റ്റ് ചെയ്യും, അപ്പുറത്ത് പോയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ രണ്ടുപേരെയും തോന്നിയിരിക്കുന്നത്, രണ്ട് രീതിയിൽ. ഇതിനുശേഷം ഗസേലിനോട് വന്നിട്ട് ഈ ശൈത്യ സംസാരിക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ വല്ലാത്ത അവസ്ഥയിലിരിക്കുക. നീ കണ്ടതല്ലേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവൾ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കണ പോലും ഇല്ലായിരുന്നു. ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ അത് ആ വീഡിയോ കാണിച്ചു കൊടുത്തതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ലാലേട്ടൻ വന്നിട്ട് അവിടെ വീഡിയോ കാണിച്ചു കൊടുത്തായിരുന്നു, ഇന്നതാണ് സംഭവങ്ങൾ, അന്ന് സംസാരിച്ചത് മൊണ്ണ എന്ന് വിളിച്ചതും ബോയ് ഫ്രണ്ട് ആണ് അവിടെ ഇരിക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ശൈത്യ ഇവിടെ നിഷേധിക്കുന്നുണ്ട്, ബോയ് ഫ്രണ്ട് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടേ ഇല്ലെന്ന്. നമ്മളെല്ലാരും കണ്ടതാണ് ബോയ് ഫ്രണ്ട് എന്നുള്ള വാക്ക് പറയുന്നത്. അപ്പൊ ശൈത്യ പറയുന്നത് അവൾ അവിടുന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടു, ഞാൻ ചുമ്മാ, നീ കണ്ടില്ല ആ വീഡിയോയിൽ, ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന്. ഞാൻ ശൈത്യയുടെ ഗെയിമാണ് പറഞ്ഞത്. പക്ഷെ ശൈത്യയെ ഓവറായിട്ട് വിശ്വസിക്കുന്ന ഒരാളതിനകത്തുണ്ട്, അനുമോള്. പക്ഷെ അനുമോൾക്ക് പണിയുമായിട്ടാണ് ശൈത്യ ഇറങ്ങിയേക്കുന്നത്. വന്ന് പെട്ടുപോയി. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നില്ല ഞാനും അവളുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് എന്താണ്, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ആരും കണ്ടിട്ടില്ല. അതിന് മുമ്പ് എന്താണ്, അതിന് ശേഷം എന്താണെന്ന് ആരും കണ്ടിട്ടില്ല. ആ ഭാഗം മാത്രം കാണിച്ചുകൊണ്ടാ. അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്, ലൈവിൽ കണ്ടതാണ്, എപ്പിസോഡുകളിലും കണ്ടതാണ്. അതിനു മുമ്പ് ഈ ചർച്ചയ്ക്കെല്ലാം തുടക്കം ഇടുന്നത് ഈ പറയുന്ന ശൈത്യയാണ്. ശൈത്യ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിനു മുമ്പ്. കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതിനല്ല, അവർക്ക് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോയൊക്കെ കാണാമല്ലോ, മനസ്സിലായോ? അത് കാണാൻ വേണ്ടി കുറെ എണ്ണം. അപ്പാണിയുടെ സരികയുടെ ഒക്കെ അടഞ്ഞു പോയാ അവളെ ബോയ് ഫ്രണ്ട്സ് അല്ലേ അവിടെ ഇരിക്കുന്നത് മൊത്തം.
അതുകൊണ്ട് ആരും ഒന്നും പറയില്ല. ഞാൻ അതിന് മുമ്പുള്ള ഒന്നും ആരും കാണുന്നില്ലെന്നാ പറയുന്നത്. ഇത് ആരെയാ കളിപ്പിക്കുന്നത്? നമ്മളൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുക. അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഡ്രസ്സ് ഇട്ടോ ബാജ് കിട്ടുന്ന സമയത്ത് ബാജ് കിട്ടിയപ്പോൾ ആണുങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഗസയിൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ യുവമാർക്കെല്ലാം ഇത് കണ്ട് രസിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. അത് മനസ്സിൽ വെച്ചിട്ടാണ് അതിനുശേഷം സംസാരിക്കുമ്പോഴാണ് അനുമോള് പറയുന്നത് ഇത് അവരുടെ ബോയ് ഫ്രണ്ട് ആണ്, എല്ലാം മൊണ്ണകളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അവർ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തത് ഈ ശൈത്യയാണ്. എന്നാലും ഇത് ഗെയിമാണ്, നല്ല രസമുള്ള ഗെയിമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശൈത്യയുടെ ഡബിൾ ഗെയിമാണ് ഞാനിവിടെ പറയുന്നത്. ശൈത്യം അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സോപ്പിട്ട് അങ്ങനെ പോവുകയും എന്നാൽ വെളിയിൽ ഞാൻ ഡീസന്റ് ആണെന്ന് കാണിക്കുകയും ഞാൻ ഇതിലൊന്നും പങ്കില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഒരു ശൈത്യയെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്ന മറ്റൊരു സംഭവമുണ്ട്. ഈ ഗെയിമിനെ മൊത്തം വിലയിരുത്തുന്ന രണ്ടുപേരുണ്ട്. നമുക്ക് ഈ എന്താ എന്ന് പറയുന്നത്, ഈ നുണ പറച്ചില്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചില് ആണുങ്ങളിൽ രണ്ടുപേരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അക്ബറും അപ്പാനിയും. അവരാണ് ഈ ഗെയിമിനെ മൊത്തമായിട്ട് അവരിരുന്ന് വിലയിരുത്തുന്നത്. എന്നുവെച്ചാൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന പോലെ അവർ അവിടുത്തെ റിവ്യൂവേഴ്സ് ആണ്. അതിൽ അപ്പാനിയുടെ വിചാരം അപ്പാനി വെളിയിൽ എന്തോ വലിയൊരു സ്റ്റാർ ആണെന്നുള്ളതാണ്. അതിന് ഒരു ഹെൽപ്പ് ചെയ്യാൻ ആരാണ്? അക്ബർ. പണ്ട് നമ്മൾ കണ്ടാണ് ഷിജുവും നമ്മുടെ അഖിൽമാരാറും. ഷിജുവും അഖിൽമാരാറും എങ്ങനെയായിരുന്നു? അതുപോലെ ആകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് ഈ രണ്ടുപേര്. പക്ഷെ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നതെല്ലാം വെളിയിൽ പോകും, ഞങ്ങളാണ് കറക്റ്റ് ആണ് എന്നുള്ള ഒരു വിചാരത്തിലേക്ക് ഗെയിം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അവർ കുറച്ച് അനലൈസിങ് നടത്തുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഫേക്ക് കളിച്ചിട്ട് ഫേക്ക് കളിക്കാനാണെങ്കിൽ ഫേക്ക് കളി നല്ല ഗെയിം ആണെങ്കിൽ അവൾ നല്ല ഗെയിം ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയായി. അവൾക്ക് മനസ്സിലായി അനീഷിന് പുറത്ത് നല്ല ആൾക്കാരെ കമ്പനിയായ സാധാരണക്കാരിൽ നിന്ന് വന്ന ആളല്ലേ. അതാണ് ഞാൻ നേരത്തെ അവളെ പുറത്തിരുന്നിട്ട് ആ പാട്ട് പാടിയത്. ഭയങ്കര ഫേക്ക് കളി അവള്, ഭയങ്കര ഫേക്ക്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പറയുന്നത് അനുമോളെ കുറിച്ചാണ്. അനുമോള് ഫേക്ക് ആണെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഫേക്ക് ആണെങ്കിലും ഫേക്ക് അല്ലെങ്കിൽ ഇവിടെ കളി നല്ലതാണെന്ന് അക്ബറും പറയുന്നുണ്ട്. പക്ഷെ അപ്പാനി അവരും കൂടെ സമ്മതിക്കാൻ പറ്റുന്നില്ല. അനുമോൾ ഫേക്ക് ആണെന്നാണ് അവളെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവൾ അത്രയ്ക്ക് ഫേക്ക് ഒന്നും അല്ല. പക്ഷെ അനുമോൾ റിയൽ ആയിട്ടാണ് കളിക്കുന്നത്. ഇപ്പൊ ഒരു ഫേക്ക് ആയിട്ടൊരു കളി കളിക്കുന്നില്ല. അനുമോൾ പറയേണ്ടതെല്ലാം മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അനുമോളൊക്കെ വെച്ച് നോക്കുമ്പോ രേണുക്ക് എത്ര ക്വാളിറ്റി ഉള്ള. പിന്നെ സത്യം പറഞ്ഞു അങ്ങനെ വെച്ച് നോക്കുമ്പോ രേണു ചേച്ചിക്ക് എന്ത് അടിപൊളി, വളരെ സ്റ്റാൻഡേർഡ് ഗെയിം. ഇവരൊക്കെ ഇനി ഒറ്റ ഗാങ്ങാവൂലോടാ. ആവും, ആയില്ലോ, ആവൊന്നുമില്ല. ആയി നീ ഞാനാണ് വെളി കിടക്കണത് എന്നാലോചിക്ക്. നമ്മൾ ഇവരൊക്കെ കൂടെ, അവരൊക്കെ നമ്മുടെ കൂടെ എന്ന് വിചാരിച്ചിരുന്ന ശരിക്കും അവര് നമ്മുടെ കൂടെ അല്ല, നമ്മളെ രണ്ടുപേരാണ് വെളിയിൽ. ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ചിരി വരാതിരിക്കും ആർക്കെങ്കിലും? അനുമോളെ വെച്ച് നോക്കുമ്പോൾ രേണുസുതിയൊക്കെ നല്ല ഭയങ്കര ഗെയിമർ ആണെന്നാ പറയുന്നത്. അതാണ് ഇവരുടെ അനലൈസിങ് അതിനകത്ത് ഇരുന്നുണ്ട്. ഇത് പറയുന്നത് അനുമോള് ഫേക്ക് ആയിട്ടാണ് കളിക്കുന്നത്, നിലപാടില്ലാതെ കളിക്കുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുസുതി എന്തൊരു നല്ലൊരു ഗെയിമർ ആണെന്നാ പറയുന്നത്. ഭയങ്കര ഗെയിമർ ആണെന്ന്. ഇതാണ് ഇവരുടെ അനലൈസിങ്. ഈ അനലൈസിങ് വെച്ചുകൊണ്ട് ഇവർ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയിട്ട് അക്ബറിന് കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു, ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം വന്നപ്പം ആലോചിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു, ഒരാളെ തിങ്ക് ചെയ്യാനും ഒരാൾ എങ്ങനെയാണ് കളിക്കുന്നതൊക്കെ. ആദ്യത്തെ ഗെയിമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പാനിയോട് കൂടെ ചേർന്ന് പിന്നെ ഫുൾ അടിച്ചുപോയി. എന്നുവെച്ചാൽ അപ്പാനിയെ പോലെ ആയിപ്പോയി അക്ബറും. അക്ബറിനെ ഇല്ലാതാക്കിയത് അപ്പാനിയാണ്. ഇപ്പൊ തന്നെ പറഞ്ഞ കേട്ടില്ലേ, രേണുസുതിയാണ് നല്ലൊരു ഗെയിമർ എന്ന് പറയുന്നു. എന്തർത്ഥത്തിലാ? അപ്പൊ അവൻ എത്രമാത്രം ഈ അപ്പാനി അവിടുത്തെ ഗെയിമിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്, മൈൻഡിൽ ശ്രദ്ധിക്കുന്നു ഈ ബിഗ് ബോസ് എന്ന ഗെയിമിനെ. അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്താണ് ഔട്ട് പോകുന്നത്, ഇതൊന്നും ചിന്തിക്കാത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ അതിനകത്ത് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആണുങ്ങളിൽ ബുദ്ധിപൂർവ്വം കളിക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും അനീഷും ഷാനവാസും അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇന്ന സാധനങ്ങൾ വെളിയിൽ പോകും, ഇന്ന സാധനങ്ങൾ വെച്ചാൽ ആൾക്കാർ വിലയിരുത്തും എന്നുള്ള കാര്യം. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇത് വേറെ ഏതോ ബിഗ് ബോസിലാ, വേറെ ഏതോ ലോകത്താണ്. ആരിനെ നമ്പാനും പറ്റൂല. അനുവിന്റെ കൂടെയാണ് എപ്പോഴും. അതിനിടയ്ക്ക് ഷാനവാസിന്റെ ഷോ അങ്ങനെ ഒരു സൈഡിൽ കൂടെ. അയ്യോ, ഷാനവാസിന്റെ വിചാരം ഷാനവാസ് എന്തോ വലിയ സംഭവം. പാവപ്പെട്ടവർക്ക് അതങ്ങനെ പാവത്താൻ കളിച്ച അഭിലാഷ്, പിന്നെ മിസ്റ്റർ പെർഫെക്റ്റ് കളിച്ച് ഓടിയല്ല. ആരെയും നമ്പാൻ പറ്റത്തില്ല. ഇവരൊക്കെ ആദ്യം നമ്മളുടെ കൂടെ ആയിരുന്നു, ഇപ്പൊ അവരൊക്കെ പോയി മറ്റവരുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളവരൊക്കെ വന്ന് ഇവർ രണ്ടുപേരോടും സംസാരിച്ചാൽ അവരെല്ലാം ഇവരുടെ കൂടെ ഉള്ളവര്. പക്ഷെ അവരൊന്ന് മാറിപ്പോയി മറ്റുള്ളവരുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഫേക്കുകളാണ്. പ്രത്യേകിച്ച് ഷാനവാസിനോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് ആയിരിക്കും ഇവരുടെ ടാർഗറ്റ് എന്നുള്ളത്. ഇവർക്ക് മനസ്സിലായി ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഷാനവാസിനെ മാക്സിമം നെഗറ്റീവ് ആക്കാനേ ശ്രമിക്കത്തുള്ളൂ. നെഗറ്റീവ് ആകുന്നതോറും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടുപേരുമാണെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്നുവെച്ചാൽ മറ്റുള്ളവര് പോയി ഷാനവാസിനോടോ അവിടെ ഇരിക്കുന്നവരോടോ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവര് നമ്മളിൽ നിന്ന് മാറി അപ്പുറത്തോട്ട് പോയി. ഇവിടെ ഗ്രൂപ്പിസം, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് ഞങ്ങൾ 2-3 പേര് ഞങ്ങൾ പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ പോകാൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രണ്ടുപേര്. ഇവർ വൻ പരാജയത്തിലേക്കേ പോകത്തുള്ളൂ. പക്ഷെ ഷാനവാസിന് ഒരു പ്രവൃത്തിയിലും ഷാനവാസ് അമിതമായി ഞാനൊരു ഗെയിമർ ആണെന്നോ ഞാൻ വലിയ സംഭവമാണെന്നോ ഒന്നും അവിടെ ഒരു ഇതിലും നമുക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഷാനവാസിന്റെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ഇവര് അവിടെ നിന്ന് ഈ നുണപറച്ചിലാണല്ലോ,
മാക്സിമം നുണ പറയുക എന്നുള്ളതാണ് ഇവർ രണ്ടുപേരുടെയും മെയിൻ പരിപാടി. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നുണയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. ആ നുണയിൽ നിന്ന് വരുന്നതാണ് വെച്ചാൽ ഇവർക്ക് അസൂയ, കുശുമ്പ് എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ആണുങ്ങൾക്കും ഉണ്ട്. അത് ആ സംഭവം തന്നെയാണ് ഇവിടെ വെളിയിലോട്ട് വരുന്നത്. എല്ലാ ആണുങ്ങൾക്കും ഇല്ല കേട്ടോ അസൂയം കുശുമ്പും ഒന്നും. ഇതിൽ ഇങ്ങനെയുള്ളവർക്ക് കുറച്ചു പേർക്ക് ഉണ്ട്. ഇപ്പൊ എല്ലാ വിഭാഗത്തിലും ഉണ്ടല്ലോ, അതുപോലെ ഈ വിഭാഗത്തിലും ഉണ്ട്. ആ അസൂയയും കുശുമ്പും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടു പേരാണ് ഈ ഇരിക്കുന്നത്. അതിന്റെ ഉസ്താദാണ് ഈ പറയുന്ന അപ്പാനി. അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്കാണ്, ഇവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കിയുള്ളവർ ഇവരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ, നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഷാനവാസിന്റെ പെരുമാറ്റത്തിൽ അവർക്ക് ഷാനവാസിനെ ഇഷ്ടമാണ്. അപ്പൊ അവർ ഷാനവാസിന് കൂടെ അവരും നിൽക്കുന്നുണ്ട്. അതൊന്നും ഇവർക്ക് പിടിക്കുന്നില്ല. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. ഇവിടെ എനിക്ക് തോന്നിയത് വെച്ചിട്ടുള്ള ഗെയിമർ, നല്ലൊരു ഗെയിമർ എന്ന് പറയുന്നത് ഗിസേൽ. അപ്പാനിയുടെ കാൽക്കുലേഷനിൽ ഇവിടുത്തെ ഏറ്റവും നല്ല ഗെയിമർ ഗിസേലാണ്. ഗിസേൽ ഗെയിമർ അല്ല നമ്മൾ പറയുന്നില്ല, ഗിസേൽ നല്ല ഗെയിമറാണ്. പറഞ്ഞതിൽ അതേ ഉള്ളൂ. എന്നാൽ ഗിസേലിനെ പറയാൻ കാര്യം, ഗിസേലിനെ മാറ്റി പറഞ്ഞേനെ ഇവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. ഗിസേലിന്റെ പല കാര്യങ്ങൾക്കും ഗിസേലിന്റെ കൂടെ ഇവർ നിന്നിട്ടുണ്ട്. ഗിസേൽ ആരോടും അങ്ങനെ തട്ടിക്കയറാൻ പോയിട്ടില്ല. കൂടുതലും തട്ടിക്കയറുന്ന അനുമോളുമായിട്ടാണ്. ഇവർ തമ്മിലുള്ള യുദ്ധം ഇനി നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റും. പക്ഷേ ഗിസേലിനെ പറഞ്ഞത് ശരിയാണ്, ഗിസേൽ നല്ലൊരു ഗെയിമറാണ്, നല്ല ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. മേക്കപ്പ് സാധനത്തിന്റെ വിഷയങ്ങൾ വിട്ടു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ്, അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ അതുപോലും പറയത്തില്ലായിരുന്നു അപ്പാനിയുടെ ഒക്കെ സ്വഭാവം വെച്ചിട്ട്. എന്ന് വെച്ചാൽ അപ്പാനിയുമായിട്ടൊക്കെ ഒരു നൈസിൽ അങ്ങ് പോകുന്നതുകൊണ്ടാണ് ഗസലിന്റെ പേര് അവിടെ അപ്പാനി പറഞ്ഞത്. സരിക വന്നിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്ന ഒരു രംഗമാണ് അതിനകത്ത് ഷാനവാസിനോട് വന്നിട്ട് എല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഏൽപ്പിച്ചത് ഈ പറയുന്ന സരികയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. അവിടുത്തെ വിഷയങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ എല്ലാവരെയും കാണിക്കാം. ഞാൻ ഒന്നിനും ഇല്ല, എന്നാൽ ഞാൻ 2 ഗ്രൂപ്പിൽ കൊണ്ടുപോകാനും. പക്ഷെ അപ്പാനിയുടെ ഗ്രൂപ്പിലാണ് എനിക്ക് ഭയങ്കര സ്വാധീനമുള്ളത്, ഭയങ്കര ഇഷ്ടവും തമാശ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസിനോട് വന്നിട്ട് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാനുള്ള, അപ്പാനിയുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബിഗ് ബോസ് വിട്ട ആളാന്ന് തോന്നുന്നു എന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ടൊന്ന് കേൾക്കാം. നിങ്ങൾ എന്നോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഞാൻ എന്നോട് പെരുമാറുക. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഗ്യാങ് കളി, നിങ്ങളുടെ ഗ്രൂപ്പ് കളി എന്തായിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കിയതാ. ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കും. ഷാനവാസ് അവിടെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഗ്രൂപ്പ് കളിയിലോ ഇതിലൊന്നും ചേരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. സരിക അവിടെ അപ്പോഴും സ്ഥാപിക്കാൻ നോക്കുന്നു, എനിക്ക് ഗ്രൂപ്പൊന്നും ഇല്ല എന്ന്. നമുക്ക് എല്ലാവർക്കും 24/7 കാണുന്നവർക്കും എപ്പിസോഡ് കാണുന്നവർക്കൊക്കെ എപ്പിസോഡ് ഒരുപാട് കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും. സരികയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പാനിയുടെ ഗ്രൂപ്പാണ്. അവിടെ ഒരു കോംപ്രമൈസ് ടോക്കനാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഗ്രൂപ്പിലൊന്നും ഇല്ലാതെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇരിക്കുന്നുണ്ട്, അതില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കംഫർട്ട് സോൺ പോലെ അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഒരിക്കൽ പോലും നമുക്ക് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് നമുക്ക് അവന്മാരെ ഇതാക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊന്നും വ്യക്തിവിരോധമായിട്ട് ഞാൻ ഒരു ഗ്രൂപ്പിലും പോയിട്ട് അവരെ ഇങ്ങനെ ചെയ്യണം ഇവരെ ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പറയണ്ടായല്ലോ, അവിടെ പോയിട്ട് വെടിക്കെട്ട് തിരികൊളുത്തിയിട്ട് വരുമല്ലോ. ഇപ്പൊ അപ്പാനിയുടെ വിഷയങ്ങള് ഷാനവാസ് സംസാരിച്ച ഷാനവാസിനോടും വന്ന് പറയും, അത് ശരിയാന്ന് പറയും. അപ്പുറത്തെ അപ്പാനി എല്ലാം കൂടി എന്നോട് ഷാനവാസിന്റെ കുറ്റം പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുവാണെങ്കിൽ സരിക തന്നെ പറയും, അത് ശരിയാ അത് അങ്ങനെ ഉണ്ടല്ലേ, അപ്പൊ അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമല്ലേ, ഇതൊന്നും ഔട്ട് പോകുന്നു എന്നുള്ള വിചാരം ഇവർക്കില്ല. അത് ശരിയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ക്യാമറ ഉള്ള കാര്യമൊക്കെ മറന്നുപോകും. പിന്നെ നേരത്തെ എന്താ പറയുന്നത്, ഇപ്പൊ എന്താ പറയുന്നത് എന്നൊക്കെ ഇവർ മറന്നുപോകും. സരിക അതിനകത്ത് ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്, ബെസ്റ്റ് ഡബിൾ ഗെയിം. അത് ഞാൻ പറഞ്ഞത് ശൈത്യയും സരികയും ഡബിൾ ഗെയിമിന്റെ ഉസ്താക്കന്മാര്. അതുപോലെ നുണ പറയാന് ഇതുപോലെ ബെറ്റർ 2 പേര് ഈ പറയുന്ന അക്ബറും അപ്പാനിയും. കാണുന്നില്ല, നിങ്ങളുടെ ഗെയിമായിട്ടാ കാണുന്നത്. നിങ്ങൾ ഗെയിം കളിച്ചോളൂ, അതാണല്ലോ. ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ ഉണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഒരു ഇത് തരുന്നില്ല. അതെങ്ങനെ തരും? എനിക്ക് കംഫർട്ട് അല്ലാത്തവർക്ക് ഞാൻ എങ്ങനെ കൊടുക്കും? ഞാൻ അവിടെ ഇപ്പോഴും ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണെന്നാണ് അവിടെ ഷാനവാസ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം, എനിക്ക് എന്റെ ഗെയിം. അതിന് എനിക്ക് നിങ്ങളോട് യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും അതൊക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞ് അത് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യണം. ഇത് ആരെ ബിഗ് ബോസ് ഏൽപ്പിച്ചിരിക്കുന്ന ആളാണോ കോംപ്രമൈസ് ചെയ്യാൻ? അവിടെ ഉള്ളവരെ എല്ലാം കോംപ്രമൈസ് ചെയ്ത് കുടുംബം പോലെ കൊണ്ടുപോകാൻ. ആ ബിഗ് ബോസിന് വേണ്ടതേ കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് കൃത്യമായിട്ട് ഇവർക്ക് കൊടുക്കാം. ഈ പറയുന്ന സരികയ്ക്ക് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഇവരെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് നടത്താനുള്ള ഒരു കോംപ്രമൈസ് ടോക്ക് എന്ന് വെച്ചാൽ, ഞാനാണ് ഇതിന്റെയൊക്കെ നടുക്ക് നിൽക്കുന്നത്, ഞാൻ ഇതെല്ലാം കോംപ്രമൈസ് ചെയ്തു തരാം എന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും ഓരോരുത്തർ കാണുമല്ലോ. അങ്ങനെ ഒരാള് അനീഷിന് കംഫർട്ട് അല്ലാത്തത് തോന്നുന്ന രീതിയിൽ അനീഷ് നടക്കാറുണ്ടല്ലോ. ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കംഫർട്ട് അല്ല. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അനീഷിന്റെ പേര് പറയുമ്പോഴത്തേക്ക് അവിടെ സരികയും അതുപോലെ തന്നെ ഗിസലും കൂടെ അത് അനീഷിന്റെ പേരെന്താ, അനീഷിനെ കൂട്ടണ്ട എന്നുള്ള രീതിയിൽ ഒരു ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് അവിടെ പറയുന്നുണ്ട്, അതെന്താ കൂട്ടിയാല് നിങ്ങളാ തീരുമാനിക്കേണ്ടത്, ഞാൻ എന്താ എക്സാമ്പിൾ പറയേണ്ടത്, നിങ്ങൾ അതാണ് തീരുമാനിക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പൊ സരിക അവിടെ അങ്ങ് ഡൗൺ ആയി.
ഗിസേലിനോടാണ് ഈ പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സരിക ഒരു ഇതിടുന്നുണ്ട്, അങ്ങേരെ കുറിച്ചൊന്നും പറയണ്ടെന്നുള്ളത്. സരികയ്ക്കെല്ലാം ഈ അനീഷിനോട് ഭയങ്കര ദേഷ്യമാണ്. ആദ്യമുള്ള ദേഷ്യം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുവാണ്. ഇതൊന്നും ഗെയിം അറിയാതെ ഗെയിം കളിക്കാൻ വന്നവരാണ്. അവിടെ എന്തുവാ നടക്കുന്നതെന്നോ ഒന്നുമില്ല. മനസ്സിൽ ഒരു റിവഞ്ച്, പിന്നെ ആളുമായിട്ട് ഒരു റിവഞ്ച് വന്നു കഴിഞ്ഞാൽ അതാണ് പിന്നെ ഇപ്പൊ നമ്മളെ ഗിസേലും അനുമോളും കൂടെ എങ്ങനെയാണ് ഇവർ തമ്മിൽ കീരിയും പാമ്പുമായിരിക്കും. നല്ല കണ്ടന്റ് ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അത്രയ്ക്കൊന്നും കണ്ടന്റ് ഇവിടെ ഈ പറയുന്ന സരികയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, സരികയ്ക്കൊന്നും തരാൻ പറ്റുന്നില്ല. പിന്നെ നിന്ന് പോകും കുറച്ച് ദിവസം കൂടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ രേണു സുധിയൊക്കെ ചുമ്മാ നിൽക്കുന്നു, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവിടെ നിന്നിട്ട് പോകുന്നു. കളിക്കുന്നവരൊക്കെ ഒരുപാട് പേര് വെളിയിൽ പോകുന്നു. ഞാൻ പറഞ്ഞ സരികയൊന്നും ഇപ്പൊ വെളിയിൽ പോകാൻ പാടില്ല, സരികയൊക്കെ അവിടെ ആവശ്യമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എക്സാമ്പിൾ പറയാൻ എന്റെ അനുവാദം വേണ്ട, എക്സാമ്പിൾ പറയാലോ. അപ്പൊ അവൻ പറയുന്നത് ഇവിടുത്തെ അല്ല, അത് നീ ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? അവൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ് ഇറങ്ങുന്നതോട് കൂടി ഞാൻ നിങ്ങളായിട്ടൊന്നും കോൺടാക്ട് വെക്കില്ല. അത് ആദ്യം അനീഷ് പറഞ്ഞ കാര്യമാണ്. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ ആരുമായിട്ട് എനിക്കൊരു കോൺടാക്റ്റും വേണ്ട, എന്റെ വീട്ടിലോട്ടും വരണ്ട, ഒന്നും വേണ്ട. അത് ഗെയിം കളിക്കാൻ വന്നവർ ഗെയിം കളിക്കാൻ പോവാ. അപ്പൊ അനീഷിന് അവിടെ വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതുപോലെ ഷാനവാസ് ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്, എനിക്ക് ആരെ സൂചിപ്പിച്ച് നിൽക്കാനോ ഒന്നും. അതാണ് ഷാനവാസ് ചുരുക്കത്തിൽ പറയുന്നത്, സൂചിപ്പിച്ച് നിൽക്കാനോ ഒന്നുമല്ല, ഞാൻ എന്റെ ഗെയിം കളിക്കും, ഞാൻ എന്റെ വീട്ടിൽ പോകും. ഇതാണ് അവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും അവിടെ സരിക ശ്രമിക്കുന്നത് ഞാനൊരു മീഡിയേറ്ററായിട്ട് നിന്ന് നിങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരാളായിട്ട് അവിടെ നിൽക്കുന്ന ഒരു രണ്ടിടത്ത് നിന്നുകൊണ്ട് സേഫ് ഗെയിം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാള്. അതാണ് സരിക. എന്തായാലും ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 4 പേരെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 2 പേര് ഞാൻ പറഞ്ഞിട്ട് 2 പേര് നുണകളുടെ ഉസ്താക്കന്മാര്. ആണുങ്ങളിൽ ഇതുപോലെ നുണ പറയുന്ന 2 പേര് അക്ബറും അപ്പാനിയും. അതുപോലെ തന്നെ സരികയും ശൈത്യയും സേഫ് ഗെയിം കളിക്കാനും. അതിനകത്ത് ശൈത്യ ഞാനൊന്നും അറിഞ്ഞില്ല, എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയും. അതുപോലെ തന്നെയാണ് സരിക, രണ്ടിടത്തും നിൽക്കുകയും ചെയ്യും, രണ്ടിടത്തും ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് മിണ്ടാതിരിക്കുക. എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറൊരാൾ പെടും, അതാണ് ബിന്നി. അതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ട് ലേഡീസില്, ബിന്നി. അപ്പൊ ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു രസമായിരിക്കും ഇനി മുന്നോട്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും പെടാത്ത 1-2 പേര് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രേണുസുതിയും ശാരികയും ഒക്കെയാണ്. അവിടെ ഗെയിം എന്താണെന്ന് പോലും അറിയത്തില്ല. ഇവർ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ ഇത് എന്താണെന്ന് പോലും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടന്ന് വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു നടക്കുന്ന 2 പേര് എന്ന് എനിക്ക് അതേ തോന്നിയിട്ടുള്ളൂ. എന്നാലും ഇവര് ഗെയിമെങ്കിലും കളിക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഈ കളിക്കുന്നവരിൽ ആരെങ്കിലും ഇനി ബിഗ് ബോസ് പുറത്ത് കളയോ എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഇവരൊക്കെ അതിനകത്ത് ആവശ്യമാണ്. ഈ 2 പേരെ ഇപ്പൊ അവിടെ ആവശ്യമില്ലെന്നാണ് എന്റെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രേണുസുതിയും ചാരികയും അവിടെ ആവശ്യമില്ല. മറ്റുള്ളവരെ പുറത്തായിക്കൊണ്ട് ഇവരെ അവിടെ നിർത്താനാണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ വൻ പരാജയമായിപ്പോ. അതുകൊണ്ട് ഈ വോട്ട് ചെയ്യുന്നവരെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചും കണ്ടൊക്കെ വോട്ട് ചെയ്യുക. നമുക്ക് ഗെയിമാണ് കാണേണ്ടത്. ഇത്ര ദിവസമേ ആയുള്ളൂ, ഇനി 100 ദിവസം നിൽക്കണം. 100 ദിവസം ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗെയിം മാറി മറിഞ്ഞൊക്കെ വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.